എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ ലഞ്ചിന്റെ റെസിപ്പി ആയിട്ടാണ്. അതായത് നല്ല നാടൻ ഊണ്, 3 തരം കറികളായിട്ടുള്ള ഒരു ഊണാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കാണാം. ഇതിന് മുൻപ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ലഞ്ച് വീഡിയോസ്, അത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കിഡ്സിന്റെ ലഞ്ച് ബോക്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്നാക്സും ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ടൈപ്പ് സ്നാക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ചേച്ചിക്ക് അതിനനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒട്ടും താമസിച്ചില്ല, നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഈ നാടൻ ഊണ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള ലഞ്ച് തയ്യാറാക്കിയാലോ. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുക്കറിൽ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആദ്യം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തക്കാളി പച്ചടിയാണ്. ഞാൻ തക്കാളി പച്ചടിയുടെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈസി പീസിയാണ്, തേങ്ങയൊന്നും ഇല്ലാതെ ഒരു അടിപൊളിയായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടി കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഏത് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു നുള്ള് ഉലുവ, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം ഇഞ്ചി കൊത്തി എരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നൈസാക്കി എരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം. അതിനുശേഷം ഇത് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ വാടി വരുന്ന ഒരു സമയത്ത് തീ കുറയ്ക്കണം. തീ അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. കായത്തിന്റെ ഫ്ലേവർ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നുള്ളു കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മളുടെ പച്ചടി പോലെയല്ല ഇത്, ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള പച്ചടിയാണ്, ഈസി പച്ചടി കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോട്ടെ. ഇപ്പോൾ ഏകദേശം തക്കാളി കുക്ക് ആയിരുന്നു. തക്കാളി വേണമെങ്കിൽ ഒരുപാടൊന്ന് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ ഒരു 1/4 പരുവത്തിൽ കുക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം ഈ ഒരു റെസിപ്പിക്ക്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്ന തൈരാണ്. തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. അത് വേറെ കറിയായിട്ട് മാറും. അത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്റെ അമ്മയുടെ തക്കാളി കറിയാണ്. ഇത്രയായാലും ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തൈര് നന്നായിട്ട് കട്ടെല്ലാം ഉടച്ചു വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട, ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്യാം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ മോരാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ ലൂസാക്കി എടുത്താൽ മതി. പിന്നെ നമ്മൾ ആദ്യം തന്നെ കടുക് വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ള് ഉഴുന്ന പരിപ്പും കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ അടപ്പിൽ നിന്ന് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ തൈര് അങ്ങ് പിരിയും. ടേസ്റ്റ് നോക്കുക. ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് പിന്നെ അറിയാലോ, വീണ ചേച്ചി അതില്ലാണ്ട് വീണ ചേച്ചിയുടെ റെസിപ്പി ആവില്ല എന്നുള്ള കാര്യം. മിക്സ് ചെയ്യാം. എന്നിട്ട് രുചി നോക്കട്ടെ കേട്ടോ. ആരേ വാ, ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചങ്ങ് ഇടുക, വാരി വലിച്ചിടരുത് കേട്ടോ. എപ്പോഴും വീട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് ഇടാൻ പാടില്ല. അതിനൊക്കെ ഒരു ക്രമമുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ രുചി നോക്കാം. ഇപ്പം ശരിക്കും അറിയാവായിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ ചേർക്കാത്ത ഈസി ആയിട്ടുള്ള തക്കാളി പച്ചടി. ഇതെല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ പറഞ്ഞേ. ആണോ? എനിക്കറിയാം. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്യുക, അടച്ചു വെക്കുക. അപ്പോഴാണ് വീണാസ് കറിവേപ്പില ടച്ച് ആവുള്ളൂ. അപ്പോൾ ഈസി പീസി നമ്മളെ തക്കാളി പച്ചടി റെഡി. ഇനി ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത് കോവയ്ക്ക തോരനാണ്, ഈസി വേർഷൻ. അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക് വളരെ നൈസാക്കി അരി, ഒരു കോവയ്ക്കനെ നമുക്ക് നീളത്തിൽ അങ്ങ് മുറിക്കുക. അതിന് ശേഷം വീണ്ടും മുറിച്ച് ഇതുപോലെ ഈ ഷേപ്പിൽ അങ്ങ് മുറിക്കുക, അല്ലെങ്കിൽ വട്ടത്തിൽ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്കിത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അവനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അവൻ പ്രൂഫ് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എടുത്ത് ചിലപ്പോൾ ഓവൻ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ഇതിട്ടതിന് ശേഷം അല്പം വെള്ളം ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് വേവിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 1/4 ഭാഗം വേവുന്ന സമയത്ത് നമുക്കങ്ങ് എടുക്കാം. ഇത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുഞ്ഞു പച്ചമുളകാണ്, 2 അല്ലെങ്കിൽ വലുതാണെങ്കിൽ 1 മതി. പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി. ആദ്യമേ തന്നെ ഞാൻ വെള്ളം ചേർക്കുന്നില്ല, കാരണം ഇതിൽ നല്ലോണം വെള്ളമുള്ളൊരു വെജിറ്റബിൾ ആണത്. അവനിൽ വെക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർക്കണമെന്നില്ല. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം തെളിച്ച് കൊടുത്താൽ മതി, അല്ലാണ്ട് വെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിത് നടുവിലൊരു കുറച്ച് കുഴി ഒഴിക്കുക. ഇതൊക്കെ ജാൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചു കൊടുത്താൽ തന്നാണ് കേട്ടോ. എന്ത് റീസണൊന്നും എന്നോട് ചോദിക്കരുത്, ഇങ്ങനെ പറഞ്ഞു, ഞാൻ അതുപോലെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നു, നല്ല കുട്ടിയായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് മൈക്രോവേവ് ഓവനിൽ
വെക്കാം. 10 മിനിറ്റ് വെക്കാം. അതിൽ വെള്ളം ഇല്ലാന്ന് തോന്നുന്ന അല്പം വെള്ളം തെളിച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് കുക്കായി കിട്ടിക്കോളും. ഒന്ന് ഡ്രൈ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓവറായിട്ടും കരിഞ്ഞു പോകാൻ പാടില്ലെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒരു ഓവനനുസരിച്ച് മാറ്റം വരും. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നമ്മുടെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ചെയ്താലും മതി, അടച്ചു വെച്ച് വേവിച്ച് കൊടുത്താലും മതി. പക്ഷെ ഞാൻ എപ്പോഴും വേവിച്ചതിന് ശേഷമാണ് എപ്പോഴും ഈ സംഭവം കുക്ക് ചെയ്യാറ് കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. ഇനി നമുക്കിനി ഉള്ളിമുളകും കുത്തി കഴിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ 1/2 കിലോ കോവയ്ക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കോവയ്ക്കയിൽ നിന്ന് ഒരു 5-6 കോവയ്ക്ക് നല്ലോണം പഴുത്ത കാരണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 കിലോക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇതാണ് അളവ് കേട്ടോ. കോവയ്ക്ക കാച്ചാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ചൂടാവട്ടെ. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 10 ചെറിയുള്ളിയും 1/2 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും കൂടി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ബ്രൗൺ കളർ ആവുന്ന വരെ. പിന്നെ ഇത് നിങ്ങളെടുത്ത് ഇതേപോലെ ചതയ്ക്കുന്ന കല്ലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നല്ല സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസറിൽ അരിയാം, അല്ലെങ്കിൽ സാധാരണ കത്തി വെച്ച് അരിഞ്ഞാൽ മതി കേട്ടോ. ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള കുനുകുന അരിഞ്ഞിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വറ്റൽമുളക് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഉപയോഗിക്കാം, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ താല്പര്യം ഇല്ലെങ്കിൽ ഇത് മെഴുക്ക് പുരട്ടി പോലെ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് മാത്രം മതി. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് 2-3 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ രുചി നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഇതിൽ ഇച്ചിരി അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയിലേക്ക് ഉപ്പ് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അമ്മയുടെ കോവയ്ക്ക തോരൻ ഇങ്ങനെയാണ് കേട്ടോ. അമ്മ പക്ഷേ ഇത് അരിഞ്ഞതിന് ശേഷം ഇതിൽ ഈ സമയത്ത് ഇട്ടിട്ട് പച്ചയ്ക്ക് തന്നെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒലർത്തി എടുക്കും. പക്ഷെ കുറേ സമയം എടുക്കും. ഓവനുള്ള കാരണം ഇങ്ങനെയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ നമ്മൾ പണി കഴിയും. ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇത് കോവയ്ക്ക വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ കാച്ചിയെടുക്കാം. എളുപ്പപ്പണികളല്ലേ നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ അമ്മയൊക്കെ പച്ചക്കറികൾ വാങ്ങിച്ചു കൊടുക്കുന്നത് തന്നെ എല്ലാം അരിഞ്ഞ് വേവിച്ചങ്ങ് വെക്കും. പിന്നെ അതങ്ങ് കാച്ചി തേങ്ങയൊക്കെ ഇട്ട് എടുക്കും. അപ്പം അമ്മയുടെ പണികളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കഴിയും. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരനും റെഡി. ഓഫ് ചെയ്യാം. ആസ് യൂഷ്വൽ അവസാനം ഒരല്പം പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇടാം. അത്രേ ഉള്ളൂ നമ്മുടെ കോവയ്ക്ക തോരൻ. ഇനി നമുക്ക് ഓൾറെഡി പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ. ഉണക്കപ്പയർ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി സെയിം പോലെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചുണ്ടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഉണക്കപ്പയർ കറി വെക്കാം. ഉള്ളിമുളക് കുത്തിക്കാച്ച് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പയറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് സോക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം വെച്ചിട്ട് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് വേവിക്കുക. 6 വിസിലാണ് വേവിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഓരോ പയറനുസരിച്ചും കുക്കറനുസരിച്ച് മാറ്റം വരും. എന്തായാലും നന്നായി വേവിക്കുക. ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ കാണിച്ച പോലെ തന്നെ വെളിച്ചെണ്ണ ചൂടാവട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്കൊരു 12 ചെറിയുള്ളി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും കൂടെ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമ്മൾ വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഞാൻ അല്പം കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുളകിന്റെ കുത്തൊക്കെ മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഈ വെള്ളം വറ്റുന്ന വരെ അങ്ങ് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ചാറോട് കൂടി ഇത് ഉപയോഗിക്കട്ടെ. ഞാനൊക്കെ ഉള്ളിമുളക് കുത്തിക്കാച്ചി ചാറോട് കൂടി ഉപയോഗിച്ചിട്ട് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ തൈരും പപ്പടവും അച്ചാറും ഞാനൊരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇന്നിവിടെ ചോറിന്റെ കൂടെ ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം നന്ദുവിന് അവയ്ക്ക് ഇങ്ങനെ നല്ല പയറും പരിപ്പൊക്കെ ഡ്രൈ ആയിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ വെള്ളം വറ്റിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഇതിലെ കുക്കറിൽ തന്നെ വെച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ പയറ് ഇതേപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കരുത്. അപ്പോൾ പിന്നെ ആകെ ഇങ്ങനെ ഉണങ്ങിയ പോലെയാവും. കുറച്ച് നനവുള്ള സമയത്ത് ഓഫ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് അവസാനം അങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലങ്ങൾ ഇട്ടോ ഓഫ് ചെയ്യുക. അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. എല്ലാം ടേസ്റ്റ് ഉണ്ട്, ഞാൻ നോക്കി, എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉണക്കപ്പയർ മെഴുക്കും റെഡി. അപ്പോൾ നമ്മുടെ കറിയൊക്കെ വിളമ്പാം. ഒരു പ്ലേറ്റിലോട്ട് കോവയ്ക്ക, നമ്മുടെ തക്കാളി കറി, പയർ, പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാർ, വടുകപ്പുളി നാരങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചോറ് വിളമ്പാം. ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ചോറ് ഇടുന്നത് കേട്ടോ. ഞാൻ ഇത്രയും ചോറ് കഴിക്കില്ലേ. പിന്നെ കുറച്ച് കൈപ്പയ്ക്ക വറുത്തത്. ഈ റെസിപ്പി വേണമെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ രസമുണ്ട്. രസമോ തൈര് എന്താണെന്ന് വെച്ചാൽ
അങ്ങോട്ട് ഇടുക, കുശാലായി കഴിക്കുക. ഓക്കെ, നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം കുശാലായിരിക്കും അല്ലേ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.